എന്താ ചേട്ടാ? രാധേ, ഞാൻ വിവരം അറിഞ്ഞു. എന്ത് വിവരം? നീ ആ കല്യാണത്തിന് സമ്മതിക്കാൻ വിവരം ഞാൻ ആ സന്തോഷം അറിയിപ്പിക്കാൻ വന്ന. ഇതാരെയും സന്തോഷിപ്പിക്കാനല്ല. എന്നാലും അത് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. അയ്യോ, അതിനൊരു എഴുത്തയച്ചാ പോരായിരുന്നു ചേട്ടാ. ഇങ്ങനെ വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നീ അധികം നാവ് കിട്ടണ്ട. ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആഹാ, അത് നാണക്കുട്ടൻ ചേട്ടൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്താ, നിനക്ക് ഇഷ്ടമില്ലേ? ഇല്ലെങ്കിലോ? അത് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യോ, നാണമില്ലല്ലോ ഈ ചേട്ടന്. രാധയെ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും നാണം കെട്ട കാര്യമാണോ? ആണെങ്കിൽ പറ. നാണക്കുട്ടൻ ചേട്ടൻ ഇപ്പം പോ. നാണവും നാണക്കേടൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എടീ, നീ വീട്ടിലേക്ക് വരുമല്ലോ, ഒപ്പം കൊണ്ടോളാം. എന്താടാ പത്മനാഭ, നിങ്ങൾ തമ്മിൽ എപ്പോഴും മഴക്കാണല്ലോ. കണ്ടില്ലേ, കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കും. അയ്യോ, അതെന്തിനാ പപ്പനാവൻ ചേട്ടാ? ഇവളിപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. എന്നാൽ ഇവളെങ്കിലും ഉണ്ടെങ്കിൽ സമ്മതിക്കട്ടെ. അയ്യോ, കരയുന്നു. അത് കൊള്ളാം. അയ്യോ, കരയല്ലേ. ഒരു 100 മില്ലിക്കുള്ളത് ഞാൻ തരാം. അതും കൂടെ അകത്തി ചെല്ലുമ്പം ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റമൊക്കെ സംഭവിക്കും. പോന്നെ പോ. നീയും നിന്റെ ഒരു ചേട്ടൻ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞത്? എന്താ ഡ്രൈവറുടെ കൈകൾക്ക്? ഞാനേ ഈ ഡ്രൈവർ ആവുന്നതിന് മുമ്പേ ഒരു നൃത്തം കുറെ അഭ്യസിച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അത് പോട്ടെ എന്റെ ഡ്രൈവറെ. പാച്ചറെ, സത്യം പറയാമല്ലോ, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവളെയോ? അവള് ഈ പ്രദേശത്തൊക്കെ കുറെ ഓടുന്നവളാ. ഞാനും കുറെ ഓടിയവനാ. നീ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒന്ന് നിൽക്കാൻ തന്നെ പോവാ. നേരും. അതെ. കുറെ കാലങ്ങളായിട്ട് അവളെ എനിക്കറിയാം. അവള് വെറും പാവമാ. ഇവനാ അവളെ ഈ നിലയിൽ എത്തിച്ചത്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെറുതെ ഇരിക്കുക. ഓ, ഇരുന്നോളൂ. രാജന് ഇഷ്ടമാണോ? രാജ എന്റെ കൂടെ വരുന്നോ? അല്ല, എന്റെ വീട്ടിലേക്ക്. അമ്മ സമ്മതിക്കില്ല. അമ്മ വന്നാൽ ഞാനും വരാം. രാജാ, രാജ ഇങ്ങോട്ട് വാ. അയ്യോ അമ്മ, നല്ല തോന്നമ്മ. നിന്നോട് അതൊന്നും ചോദിച്ചില്ല. ഇങ്ങോട്ട് വാ. ഞാൻ വരില്ല. നീ വരില്ലേ? രാധേ, അവനെ ഇങ്ങ് വിട്ടേക്കൂ. നീ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. നല്ല കുട്ടിയല്ലേ. രാധ നിൽക്കൂ. രാധയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ അല്പം സമയം അനുവദിക്കാമോ? രാധ നിൽക്കൂ. രാധയുടെ ചേച്ചി നശിപ്പിച്ച് സോമൻ എന്ന പണക്കാരനെ പോലെയാണ് ഞാനും എന്ന് കരുതരുത്. ഞാൻ അത്രക്കാരനല്ല. നീ എന്നെ വിശ്വസിക്കണമെന്ന് കരുതിയാണ് ഈ വിവാഹത്തെക്കുറിച്ച് നിന്നോട് പോലും ആലോചിക്കാതെ നിന്റെ അച്ഛനോട് ഞാൻ ആലോചിച്ചത്. എന്തോ നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാരമില്ല. എന്നാലും എന്റെ കഥ നിന്നോട് പറയണമെന്ന് എനിക്കൊരു തോന്നൽ. വിരോധമില്ലെങ്കിൽ അല്പം ശ്രദ്ധിക്കൂ. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് രാധ എന്നൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി പ്രേമിച്ചു. അവസാനിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ടോന്നറിയില്ല, എന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ്. കാരണം? ചന്ദ്രനെ എന്നെ ആഗ്രഹിക്കാം. എനിക്ക് ചന്ദ്രനെ ആഗ്രഹിച്ചൂടാ. അതെന്താ? ഞാനൊരു വലിയ പണക്കാരന്റെ മകനായി പോയതുകൊണ്ടാണോ? ചന്ദ്രന്റെ അച്ഛനും അമ്മയും ആണായും പെണ്ണായും ഒരു സന്തതി മാത്രമേ അവർക്കുള്ളൂ. അത് ഞാനാണ്. എന്റെ ആഗ്രഹത്തെ അവർ ഒരിക്കലും എതിർക്കില്ല. എനിക്ക് സംശയവും ഭയവും ഉണ്ട്. ഓഹോ, എങ്കിൽ ഉടനെ തന്നെ നമ്മുടെ കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിന്റെ ഭയമോ സംശയമോ പിന്നെ വല്ലതുമുണ്ടോ എല്ലാം ഞാൻ തീർക്കാം. ഓക്കെ? എന്നെ വിശ്വസിക്കൂ രാധേ. ഒന്ന് ചിരിക്കൂ. ചിരിക്കൂ രാധേ. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അങ്ങനെ ഒരു കവിതാശകലം
റെഡ് ഫോർട്ടിന്റെ അന്തഃപുരത്തിൽ ഏതോ ഒരു മുഗൾ ചക്രവർത്തി കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഞാൻ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പറയൂ. നമ്മുടെ ജീവിതത്തിന്റെ പടിവാതിക്കൽ തൂക്കിയിടാൻ. നല്ല കവിഭാവനയുണ്ട്. കാവ്യദേവതയല്ലേ എന്റെ അടുത്ത് നിൽക്കുന്നത്? വന്നേ, നിനക്ക് ഒരു കാർ വാങ്ങി തന്നപ്പോ അത് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാൻ നിനക്ക് എന്താ ഇത്ര മടി? കാർ ഞാനത് നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നത്. ആദ്യമൊക്കെ എങ്ങനെയാ, പിന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും മടിയായിരിക്കും. ദേവകി, നീ ഇവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. കണ്ടില്ലേ ഇവന്റെ കോലം? അവനൊരു കുഴപ്പമില്ല. ആണായിട്ടും പെണ്ണായിട്ടും നമുക്കൊന്നേ ഉള്ളൂ. വേണമെങ്കിൽ സൂക്ഷിച്ചോളൂ. ഞാൻ വരട്ടെ മോനെ, നീ ചെന്ന് കുളിക്ക്. ശരി, ഡ്രൈവർ അമ്മേ, ഇപ്പൊ നല്ല സമയമായിരുന്നു. എന്തിനാടാ? അമ്മയോടും അച്ഛനോടും എന്നെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട മോനെ, നിന്റെ അച്ഛനും അമ്മയും അറിയേണ്ടതൊക്കെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നാട്ടുകാരിലൊക്കെ കാണുന്നില്ലേ? ഓഹോ, അപ്പോ എന്റെ ഭാരം തീർന്നു. അമ്മയ്ക്ക് ആളെ മനസ്സിലാവും? മനസ്സിലായി. ഇഷ്ടമായോ? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളിന്റെ മകളെ തന്നെ വേണോ നിനക്ക് വിവാഹം കഴിക്കാൻ? നിന്റെ അച്ഛനത് സമ്മതിക്കുമെന്നാണോ നീ വിചാരിച്ചത്? അമ്മേ, രാധ പാവപ്പെട്ടവളാണെങ്കിലും നല്ലവളാണ് അമ്മേ. നല്ലതോ ചീത്തയോ എന്നൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അമ്മേ, നിങ്ങൾ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? വിവാഹ കാര്യത്തിൽ എന്റെ ഇഷ്ടം നിങ്ങൾ മാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ മോനെ ചില ഇഷ്ടങ്ങളൊക്കെ, അത് നീയും മാനിക്കണ്ടേ? അമ്മേ, എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. നിന്റെ അച്ഛന് നല്ല സുഖമില്ലെന്ന് നിനക്കറിയാമല്ലോ. എത്രയും വേഗം എല്ലാ ചുമതലയും നിന്നെ ഏൽപ്പിക്കണമെന്നാണ് അച്ഛന്. അതോടെ നിന്റെ വിവാഹവും നടത്തണമെന്നാണ്. അതിനെന്താ, രാധ എനിക്ക് വാങ്ങിച്ചു തന്നേക്കൂ. എന്റെ അമ്മ വിചാരിച്ചാൽ യാതൊരു കുഴപ്പവും കൂടാതെ നടക്കും. ഇല്ല മോനെ, നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വിവാഹം നടക്കില്ല. അമ്മേ, എന്ന് അച്ഛൻ പറഞ്ഞു? പറഞ്ഞു. രാധേ, രാധേ, എന്ത് വേണം? രാധ 2 ദിവസമായി കോളേജിൽ വരുന്നില്ല. അവൾക്ക് നല്ല സുഖമില്ല. എന്താണ് അസുഖം? എന്തെങ്കിലും ആവട്ടെ. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കൊച്ചങ്കുന്നിന്റെ അച്ഛനോട് പോയി ചോദിക്കണം. അച്ഛൻ വല്ലതും പറഞ്ഞു? പറയുകയല്ലായിരുന്നു, സാക്ഷ്യം നൽകുകയായിരുന്നു. ഈ വിവാഹം നടന്നാൽ ഈ കുടുംബത്തെ തെരുവിലിറക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് കൊച്ചങ്കുന്ന് അവളെ മറന്നേക്കും. ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല. രാധ ഒരിക്കലും ഒന്ന് കാണാൻ അനുവദിക്കൂ. വേണ്ട, ഇനി നിങ്ങളൊന്നും കാണുകയില്ല. ഞാൻ ഒരു നിമിഷം അവളൊന്ന് കണ്ടോ? സാധ്യമല്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാണാൻ സാധ്യമല്ലെന്ന്. ഞങ്ങൾ അവർക്ക് വേറെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. കൊച്ചങ്കുന്ന് പോണം. എന്ത്? രാധേ, കാണാൻ സാധ്യമല്ല. രാധേ, ഞാനിപ്പോ പോകുന്നു. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അമ്മേ